പണ്ട് അബ്ദുൾ സലാം എന്നു പേരുള്ള ഒരു ദിവ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം ശിഷ്യരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠന പദ്ധതിയിൽ ഉൾപ്പെട്ടതായിരുന്നു പല വിഷമങ്ങളും സഹിച്ച് രാജ്യം ചുറ്റിക്കറങ്ങി പലതും കണ്ടും അനുഭവിച്ചും പഠിക്കുക എന്നത്. അങ്ങനെ ഒരു ദിവസം അബ്ദുൾ സലാം ശിഷ്യരുമൊത്ത് യാത്ര പുറപ്പെട്ടു. ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ കൂടിയുള്ള അതികഠിനമായ യാത്ര. എല്ലാവരും ക്ഷീണിച്ചു തളർന്നു. ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ അല്പം ആശ്വാസത്തിനായി എല്ലാവരും ഇരുന്നു. ദാഹം കാരണമായിരുന്നു പലരും തളർന്നത്. അല്പം വെള്ളം കിട്ടിയാൽ പറഞ്ഞു. വെള്ളം അന്വേഷിച്ചു പോകാൻ തൻ്റെ പ്രധാന ശിഷ്യനെ ഗുരു ചുമതലപ്പെടുത്തി. പാത്രവുമെടുത്ത് ശിഷ്യൻ കുറേ ദൂരം സഞ്ചരിച്ചു. ഒരിടത്തെത്തിയപ്പോൾ അകലെ ഒരു പടുവൃദ്ധൻ ചെറിയ ഈന്തപ്പനകൾക്ക് വെള്ളമൊഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അവന് വളരെ ആശ്വാസമായി. വെള്ളം കണ്ടുകിട്ടിയല്ലോ. വൃദ്ധനോട് വെള്ളമെടുക്കുന്ന കുളം എവിടെയാണെന്ന് അന്വേഷിച്ചു. വൃദ്ധൻ കാണിച്ചു കൊടുത്ത കുളത്തിൽ ജലം നിറഞ്ഞു കിടന്നിരുന്നു. ശിഷ്യൻ ദാഹം തീരുവോളം വെള്ളം കോരി പാത്രത്തിൽ വെള്ളമെടുത്ത് തിരിച്ചു നടക്കുമ്പോൾ ശിഷ്യൻ വൃദ്ധന്റെ വൈദ്യാശ്രമത്തെ പുച്ഛത്തോടെ ചിന്തിച്ചു. വൃദ്ധൻ മരിക്കാറായി. എന്തിന് ഈ ചെറിയ ഈന്തപ്പനയ്ക്ക് വെള്ളമൊഴിക്കുന്നു? ഈന്തപ്പന കായ്ക്കണമെങ്കിൽ ഒരുപാട് വർഷം കാത്തിരിക്കണം. വെള്ളവുമായി തിരിച്ച് വിശ്രമസ്ഥലത്തെത്തിയപ്പോൾ ഗുരുവിനോട് തൻ്റെ സംശയം ശിഷ്യൻ ചോദിച്ചു. കർഷകനോട് തന്നെ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാൻ ഗുരു പറഞ്ഞു. ശിഷ്യൻ വീണ്ടും ഈന്തപ്പന നനച്ചുകൊണ്ടിരിക്കുന്ന കർഷകന്റെ അടുത്തെത്തി. എന്നിട്ട് തൻ്റെ സംശയം ചോദിച്ചു. ഞാൻ ബാലനായിരുന്നപ്പോൾ ഇതുപോലെയുള്ള ഈന്തപ്പനകളിൽ കയറി കളിച്ചിട്ടുണ്ട്. അതെല്ലാം നട്ടു നനച്ചത് ഞാൻ അറിയാത്ത മുത്തശ്ശന്മാരായിരുന്നു. വലുതായപ്പോൾ അതിൽ നിന്ന് ധാരാളം ഈന്തപ്പനകൾ പഴിച്ചു തിന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കഷ്ടപ്പെടുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്. കർഷകനിൽ നിന്ന് പാഠം പഠിച്ച ശിഷ്യൻ ഗുരുവിൻ്റെ അടുക്കിലേക്ക് നടന്നു.